സതീശൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാനാണ് പ്രസംഗിക്കേണ്ടത് എന്ന് ഷാഫിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഇത് കോൺഗ്രസിൽ പുതിയതല്ല, അതിൻ്റെ DNA-യുടെ തന്നെ ഭാഗമാണ്, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസിലെ. ഷാഫിക്ക് കിട്ടുന്നൊരു വിസിബിലിറ്റി ഇന്ന് കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു വി ഡി സതീശനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള കലാപരിപാടികളും ഉന്തും തള്ളും പിടിവലിയും എല്ലാം കോൺഗ്രസിനകത്ത് തുടരും. ജയിച്ചാൽ വി ഡി സതീശൻ തന്നെ ആകുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ പോലും തീർപ്പ് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. സ്വാഗതം ജോയിൻ ദ സ്റ്റോറിയിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കേരളത്തിൽ 100 സീറ്റിലധികം നേടി UDFനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ യാത്ര കേരളത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ കുറ്റ്യാടിയിൽ അതിൻ്റെ സ്വീകരണ വേദിയിൽ ഉണ്ടായ ഉന്തും തള്ളും വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ചിലർ വലിയ തോതിൽ അതിനെ അപഹസിക്കുന്നു, ചിലർ ഇത് സ്വാഭാവികമായി ഇത്തരം വേദികളിലൊക്കെ ഉണ്ടാകുന്നതാണ്, ഇത്തരം ആശയക്കുഴപ്പങ്ങളൊക്കെ എന്ന് ന്യായീകരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കുറ്റ്യാടിയിൽ സംഭവിച്ചത്? ഏതെങ്കിലും ഒരു പ്രസംഗത്തിന് ക്ഷണിക്കാൻ വൈകിയത് കൊണ്ടുണ്ടായ അതൃപ്തി പ്രകടിപ്പിച്ചത് മാത്രമാണോ ഷാഫി പറമ്പിൽ ചെയ്തത്? അത് പിന്നീട് ഷാഫി വിശദീകരിച്ചതുപോലെ ഉന്തും തള്ളും ഉണ്ടായതല്ല, അത് ഐക്യപ്പെടലായിരുന്നു എന്ന് പറഞ്ഞാൽ തീരുമോ? ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദീകരിക്കുന്നത് ഇതൊരു കുടുംബ പ്രശ്നം മാത്രമാണ്, അതിനെ വലുതാക്കി ഈ പുതുയുഗയാത്രയുടെ ശോഭ കെടുത്താൻ ശ്രമം നടക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പക്ഷേ എന്താ തോന്നുന്നത്, ഇതൊരു കോൺഗ്രസ് വേദികളിൽ അത്ര അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. രാജീവ് അതിൻ്റെ മറ്റേ വേർഷൻ സ്വീകരിക്കുന്നില്ല അല്ലേ, ഐക്യപ്പെടലാണ് എന്ന്. അതായത് ഷാഫിയുടെ പ്രസംഗം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഷാഫി പക്ഷേ സമയം വൈകിയാണ് പരിപാടികൾ നടന്നത്. ഷാഫിക്ക് പ്രസംഗിക്കാൻ സമയമുണ്ടായിരുന്നില്ല, ഷാഫി തന്നെ പിന്മാറുകയായിരുന്നു. പ്രസംഗിക്കാൻ വിളിക്കാൻ ഒരുങ്ങിയ ആളെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഷാഫി എന്നതാണ് ഒരു വിശദീകരണം. അത് രാജീവ് സ്വീകരിക്കുന്നില്ല. അത് സ്വീകരിക്കാൻ എനിക്ക് ആ ദൃശ്യം കാണുമ്പോൾ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തകളിലൊക്കെ UDF കൺവീനർ അടൂർ പ്രകാശ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും കുറ്റ്യാടിയിലെ പഴയ MLA പാറക്കൽ അബ്ദുള്ള, അതിനുശേഷം MK രാഘവൻ MP, ഇത് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ വിളിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായ ധാരണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു പകരം ജാഥ ക്യാപ്റ്റൻ അവിടെ എത്തിയപ്പോൾ മണ്ഡലം സെക്രട്ടറി ജാഥ ക്യാപ്റ്റനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അതിൽ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലിനൊരു അതൃപ്തി ഉണ്ടാകുന്നു, അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നു. അത് ആ അതൃപ്തി പ്രകടനത്തിൻ്റെ തുടർച്ചയിൽ ഇനി ഞാൻ സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷവും ഷാഫിയെ വിളിക്കാതിരിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മണ്ഡലം സെക്രട്ടറി വിളിക്കാൻ പോകുന്നു. അപ്പോൾ അയാളെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു ഉന്തും തള്ളിലേക്ക് കലാശിക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് എന്താ പറയുക, ജാഥ വൈകി എത്തി, നേരമില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന മട്ടിൽ പിന്മാറിയതാണ് എന്ന് വിശ്വസിക്കാൻ സത്യത്തിൽ ന്യായം കാണുന്നില്ല. ആ ദൃശ്യങ്ങളും അതേ സംബന്ധിച്ചുള്ള വാർത്തകളും തുടർന്നുള്ള വിശദീകരണങ്ങളും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അധികാരം കിട്ടുമെന്ന് കോൺഗ്രസ്സിന് ഏതാണ്ട് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ്. അത്തരം സന്ദർഭങ്ങളിലാണ് കോൺഗ്രസ്സിൽ ഇത്തരം കലാപരിപാടികൾ അരങ്ങേറാറുള്ളത്. പലതരത്തിലുള്ളത് നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. തുണി പറിച്ചോടുന്നത് കണ്ടിട്ടുണ്ട്, പിന്തിരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, തെറി വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്, താനോ ഞാനോ എന്ന മട്ടിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കോൺഗ്രസിൽ പുതിയതല്ല, അതിൻ്റെ DNA-യുടെ തന്നെ ഭാഗമാണ്, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസിലെ. കേരളത്തിലാണ് നമ്മളിത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വിസിബിലിറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടം. അതായത് രണ്ട് ക്യാമറകൾ മുന്നിലുണ്ടെങ്കിൽ അപ്പോഴാണിത് കൂടുക. അണികളുടെ മുമ്പിലുള്ള ഒരു പ്രകടനമല്ല ഇത്. യഥാർത്ഥത്തിൽ ക്യാമറകളുടെ മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഞാൻ ഈ വേദിയിൽ ഇവിടെ ഈ ഫ്രെയിമിൽ വരേണ്ടതാണ് എന്ന ആ ഒരു ഫ്രെയിമിന് വേണ്ടിയുള്ള തള്ളിക്കയറ്റം എന്നത് ഈ കാലത്തും ഇത്രയും കാലം കഴിഞ്ഞിട്ടും വേണമെങ്കിൽ സ്വന്തമായി ഒരു ഫേസ്ബുക്ക് ലൈവ് എടുത്ത് വിസിബിലിറ്റി ഉറപ്പുവരുത്താമെന്ന ഈ കാലത്ത് പോലും കോൺഗ്രസ് നേതാക്കൾ സ്റ്റേജിലെ ഈ അവരർഹിക്കുന്നതെന്ന് അവർ കരുതുന്ന ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടുമെന്ന് അവർ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാനതിനെ അങ്ങനെ മനസ്സിലാക്കുന്നത്. അല്ല, അത് പറയുമ്പോൾ ഇപ്പോൾ ഈ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ എനിക്കതിലൊരു വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്, വിസിബിലിറ്റി ഇല്ലാത്ത ആളുകളൊന്നും അല്ല ഇതിനുവേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് നമ്മൾ വ്യക്തിപരമായി എടുക്കുകയാണെങ്കിൽ, ഷാഫിക്ക് കിട്ടുന്നൊരു വിസിബിലിറ്റി ഇന്ന് കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു വി ഡി സതീശനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒക്കെ കിട്ടുന്നുണ്ടാവും. അത് അവർ വേറെ നിലയ്ക്കൊരു സ്റ്റാച്ചറിൽ ഇരിക്കുന്നതുകൊണ്ട് കൂടിയാണ്. അത് മാറ്റി നിർത്തിയാൽ ഷാഫിയെ പോലെ വിസിബിലിറ്റി കിട്ടുന്ന മറ്റേതെങ്കിലും ഒരു ലീഡർ കേരളത്തിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ക്യാമറ വിസിബിലിറ്റി മാത്രമല്ല,
അല്ലാത്ത സോഷ്യൽ മീഡിയ വിസിബിലിറ്റി പോലും ഇപ്പോൾ ഷാഫി സ്വമേധയാ ഉണ്ടാക്കുന്ന റീലുകൾക്ക് പോലും കിട്ടുന്ന വിസിബിലിറ്റി നമ്മളൊന്ന് ആലോചിക്കും. അപ്പോൾ വിസിബിലിറ്റി കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് രാജീവ് എനിക്ക് പറയുന്നത് തോന്നുന്നില്ല. ഒരു സാമാന്യ യുക്തി അനുസരിച്ചല്ലേ? കോൺഗ്രസ്സുകാരുടെ യുക്തി അങ്ങനെയല്ല. കോൺഗ്രസ്സുകാരുടെ യുക്തി സ്റ്റേജിൽ കയറുമ്പോൾ കുറച്ചധികം നേതാക്കളുള്ള ഒരു സ്ഥലത്ത്, അത് കാണാൻ കുറച്ച് അണികൾ ഉള്ള സ്ഥലത്ത്, ഇത് സംപ്രേഷണം ചെയ്യാൻ കുറച്ച് ക്യാമറകളുള്ള സ്ഥലത്ത് ഞാനാണ് നിന്നേക്കാൾ മുന്നേ എന്നത് ഇഞ്ചോടിഞ്ച് സ്ഥാപിച്ചു പോകേണ്ട ഒരു കാര്യമാണ് എന്ന് ഓരോ കോൺഗ്രസ്സുകാരനും വിശ്വസിക്കുന്നുണ്ട്. അത് അവരുടെ DNA-യിൽ ഉള്ളതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇവിടെ കുറേ അധികം സംശയങ്ങൾ വരുന്നുണ്ട്. ഒരു ഭരണത്തിലേക്ക് കയറുമെന്ന് ഉറപ്പിച്ചപ്പോൾ വയനാട്ടിൽ നടന്ന അവരുടെ ആലോചനാ യോഗത്തിൽ, പിന്നെ സ്ട്രാറ്റജി തയ്യാറാക്കാൻ ചേർന്ന യോഗത്തിൽ 100-ലധികം സീറ്റ് ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സതീശൻ പറയുന്നത് എല്ലാ തരത്തിലുള്ള അനൈക്യവും അവസാനിച്ചു കഴിഞ്ഞു എന്നാണ്. അന്ന് ശശി തരൂരിനെ കൂടെ നിർത്തി ഫോട്ടോ ഓപ്പൊക്കെ നടത്തി, അതിനുശേഷം ശശി തരൂർ കൂടി ഇപ്പുറത്തുണ്ടാകും എന്ന് പറഞ്ഞതിന് ശേഷം ഒരു തവണ ശശി തരൂർ ഉടക്കി സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 15 MLA-മാരെ കിട്ടും അപ്പുറത്ത് എന്ന് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കാൻ പോയി. 2 MP-മാരുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടിക്കുള്ള ആലോചന നടന്നു. CPIM-മായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടിയാലോചനകൾ ഒരു ലെവൽ വരെ പുരോഗമിച്ചു. പക്ഷേ ഈ സ്റ്റെപ്പ് തെറ്റിപ്പോകും എന്ന് കണ്ടപ്പോൾ അവർ പിൻവാങ്ങി പ്രിയങ്കയെ കൊണ്ട് ശശി തരൂരിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി. ഇത് നമ്മൾ വയനാടിന് ശേഷം കണ്ട കാഴ്ചയാണ്. ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് ഇതിനിയും തുടരും. ഇത്തരത്തിലുള്ള കലാപരിപാടികളും ഉന്തും തള്ളും പിടിവലിയും എല്ലാം കോൺഗ്രസിനകത്ത് തുടരും. അധികാരം കിട്ടുമെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ലെവൽ കൂടുകയുള്ളൂ. പക്ഷേ അവിടെയാണ് എൻ്റെ ഒരു സംശയം. ഇപ്പോൾ VD സതീശനാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ ജാഥ ക്യാപ്റ്റൻ സംസാരിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു രീതി. അവിടെ ഇപ്പോൾ എന്തായാലും VD സതീശനോളം വലിയ നേതാവല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ. അപ്പോൾ ജാഥ ക്യാപ്റ്റൻ സംസാരിച്ചതിന് ശേഷം ഷാഫി സംസാരിച്ചാലും വലിയ അപകടമൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഷാഫിയുടെ ഒരു ഓഡിയൻസ് അവിടെ ധാരാളമായി ഉണ്ട് താനും, പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ ആ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു അവസരം ഷാഫിക്ക് സ്വാഭാവികമായി കിട്ടും. അതിന് കാത്തിരിക്കാൻ പോലും കഴിയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഐക്യം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ടീം UDF എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ചർച്ച എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല, അതും കടന്നു പറയുന്നുണ്ട്. അതായത് കോൺഗ്രസ് എന്നതാണ് ഇടതുപക്ഷ പാർട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇടതുപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ LDF തീവ്ര വലതുപക്ഷത്തേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഞങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകളാണ് എന്നുകൂടി പറയുന്നുണ്ട്. സെമി കേഡറിസം നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ പറച്ചിലിൽ ഒരു കുറവുമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടൊരു അതൃപ്തി ഷാഫിയെ പോലൊരു ലീഡർ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതായത് സംസാരിക്കാൻ പോകുന്നത് ജാഥ ക്യാപ്റ്റനാണ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹമാണ് UDF-നെ നയിക്കുന്നത് എന്ന് ഏതാണ്ട് അപ്രഖ്യാപിതമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ജാഥ ക്യാപ്റ്റൻ ഇതില് മറ്റൊരു കാര്യം ഒരു പക്ഷേ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലമാണ്, ആ പ്രദേശത്താണ് ഇത് നടക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രൊമിനൻസ് കിട്ടണം എന്ന് സ്വാഭാവികമായും ആലോചിക്കാവുന്ന. ആ ലിസ്റ്റ് കണ്ടാൽ ഷാഫിയെ കുറച്ചുകൂടി നേരത്തെ പ്രസംഗിക്കാൻ വിളിക്കാവുന്നതായിരുന്നു. ഷാഫിയെ ഒരു പിന്തള്ളി വെക്കേണ്ട ഒരാളല്ല ആ ലിസ്റ്റിൽ, ആ വേദിയിൽ ഷാഫി. അത് തോന്നിയിട്ടുണ്ടാകാം ഷാഫിക്ക്. എൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടിയിൽ എന്നെ അവഗണിക്കുകയോ എന്ന തോന്നൽ അവിടെ പെട്ടെന്ന് ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതൊരു ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ തോന്നലിന്റെ മാത്രം പ്രകടനമാണോ അത്, അതോ നമ്മൾ ഈ പറയുന്ന കോൺഗ്രസിൽ എക്കാലത്തും ഉണ്ടല്ലോ ഈ ഗ്രൂപ്പ് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ. ഈ ഗ്രൂപ്പ് ഇക്വേഷൻസിൽ നമ്മൾ ഒരു കുറച്ചു കാലം മുമ്പ് വരെ കാണുന്നത് ഷാഫി, സതീശൻ, രാഹുൽ മാങ്കൂട്ടം എന്ന് തുടങ്ങി എല്ലാവരും ഒരു പക്ഷത്ത് നിന്ന് ഒരേപോലെ സംസാരിക്കുകയും ഒരേപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു, അതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമാണ് എന്നുള്ളൊരു ഫീല്, അതായത് യങ് ടർക്സ് എന്ന് പറയുന്ന ആളുകളുടെ കൂടെ പിന്തുണയുള്ള നേതാവായി അതിലെന്തോ ഒരു വിള്ളലുണ്ടായ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആർക്കും അല്പം കൗതുകരമായൊരു ബോർഡ് കാണാം ഈ പുതുയുഗ യാത്രയെ സംബന്ധിച്ച്. അതിൽ VD സതീശൻ വളരെ പ്രൊമിനൻ്റായി നിൽക്കുന്നു. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റാമ്പ് സൈസിൽ താഴെ നിൽക്കുന്നു. ഇത് കോൺഗ്രസ് സാധാരണഗതിയിൽ സാധിക്കാറില്ല. ഒരു നേതാവിനെ മുൻനിർത്തി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് എന്ന്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒറ്റ നേതാവിനെ മുൻനിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നൊരു കമ്മ്യൂണിക്കേഷൻ പൊതുജനത്തിന് കൊടുക്കാൻ സാധാരണ കോൺഗ്രസ്സിന് സാധിക്കാറില്ല. പലപ്പോഴും പല തലകൾ, ഇപ്പോൾ ആൻ്റണിയും ഉമ്മൻചാണ്ടിയുമാണെങ്കിൽ അങ്ങനെ, രമേശ് ചെന്നിത്തലയും സതീശനുമാണെങ്കിൽ അങ്ങനെ പല തലകൾ വെച്ചുള്ള ഒരു പരിപാടി, ഒരു സ്ട്രാറ്റജി മാത്രമേ യഥാർത്ഥത്തിൽ UDFനും കോൺഗ്രസ്സിനും സാധിക്കാറുള്ളൂ. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ജാഥ തുടങ്ങുമ്പോഴെങ്കിലും ഒരു നേതാവിനെ മുൻനിർത്തിയുള്ള ഒരു മുന്നേറ്റം എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നിൽ എന്തെല്ലാമോ നടക്കുന്നുണ്ട് എന്ന് രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ഇത് നാം കാണുന്ന ഈ ഐക്യം എന്ന് പറയുന്നത്, ഈ ഒറ്റ ലീഡർ എന്ന ഇതെല്ലാം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ അതിൽ വിശ്വാസമില്ല. അതിന് പിന്നിൽ എന്തെല്ലാമോ ഉടലെടുത്ത് വരുന്നുണ്ട് എന്ന തോന്നൽ കൂടി ഇതുണ്ടാക്കുന്നുണ്ട്. അല്ല, ഇപ്പം നേരത്തെ വിസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ ബഷീർ. അതായത് ആ സ്റ്റേജിലൊരു വിസിബിലിറ്റിക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ അതിന് മുൻകാല ചരിത്രം ധാരാളം നമുക്ക് പറയാൻ കഴിയും. അതിനുള്ളൊരു ശ്രമമായിട്ട് കാണും. പക്ഷെ അതിനപ്പുറത്ത് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ക്യാമറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ മീഡിയ സ്ഥാപനങ്ങളുടെ ക്യാമറകൾ മാത്രമല്ല, ഇക്കാലത്ത് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ട് എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ വെച്ച് ഈ ഒരു ഉന്തും തള്ളും നടത്തണം അല്ലെങ്കിൽ ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ പ്രകടമായി തന്നെ ഇത് കാണുകയാണ്, നമ്മൾ ലോകത്തിന് മുൻപിൽ ഇത് കാണിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടല്ലോ, ഇത് ബിഹൈൻഡ് ദ സ്ക്രീൻ എന്തുമാത്രം ഉന്തും തള്ളും ഉണ്ടാവും എന്നുള്ളത്. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഐക്യം എന്നതൊന്നും കോൺഗ്രസിനകത്ത് സാധ്യമല്ല. അതിനകത്ത് വടംവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും VD സതീശൻ ജയിച്ചാൽ VD സതീശൻ തന്നെ ആകുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ പോലും തീർപ്പ് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തെല്ലാമോ കാര്യങ്ങൾ പുറകിൽ നടക്കുന്നുണ്ട്. ആരൊക്കെയോ ഇറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയോ അവരവരുടെ പ്രാധാന്യം, അവരവരുടെ പ്രയോറിറ്റി ഓർഡർ മറ്റൊന്നാണ്, മേലേക്കാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ചുരുങ്ങിയത് 4 പ്ലേയേഴ്സെങ്കിലും ഉള്ള ഒരു ഗെയിമാണ് നടക്കുന്നത്. അതിൽ തൽക്കാലത്തേക്ക് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഐക്യം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് പാളിപ്പോകുന്നതാണ്. അല്ല, അവിടെ ഇക്വേഷനിൽ മാറ്റം വന്നോ എന്നും അതാണ് എൻ്റെ സംശയം. ഇക്വേഷനിൽ മാറ്റം വന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അല്ലെങ്കിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ VD സതീശൻ, ഷാഫി പറമ്പിൽ, പിന്നീട് ഒഴിവാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം എന്ന് തുടങ്ങിയ ഒരു നേതൃനിര, അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, ഈവൻ UDFിലെ തന്നെ ചെറുപ്പക്കാരായ നേതാക്കൾ, അങ്ങനെ ഒരു പൊതു നേതൃത്വത്തെ പുട്ടപ്പ് ചെയ്യാൻ സതീശന് പറ്റിയിരുന്നു. അവരത് വളരെ സ്ട്രോങ് ആയി സതീശൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് ആ സംഘടനാ സംവിധാനത്തെ എനർജൈസ് ചെയ്യുന്നുണ്ട് എന്ന തോന്നലുണ്ടാക്കിയിരുന്നു. ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ സതീശൻ പ്രസംഗിക്കുന്നതിന് മുമ്പ്, സതീശൻ അവിടെ വന്നാൽ പോലും സതീശൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാനാണ് പ്രസംഗിക്കേണ്ടത് എന്ന് ഷാഫിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, അതായത് ഈ ചുരുങ്ങിയ പക്ഷം ഈ മേഖലയിലെങ്കിലും സതീശനേക്കാൾ പ്രോമിനൻസ് എനിക്കാണ് എന്ന് ഷാഫി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ ഒരു പ്രാദേശികമായ ഒരു അവഗണനയെ അവിടെ വെച്ച് തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചതായിരിക്കണം. ജനങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നൊക്കെ കാണിക്കാനും കൂടി ആയിരിക്കണം. അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം അതിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും കോൺഗ്രസിനകത്ത് വരാനിരിക്കുന്ന ഒരു ഫ്ലെയറപ്പ് സംഭവിക്കാനുള്ളതിൻ്റെ സാധ്യത കൂടിയായിട്ടാണ് ഇത്തരം അച്ചടക്കമില്ലായ്മയെ കാണേണ്ടത്. അതിനോടൊപ്പം വേറെ കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് വിചാരിക്കുന്നത് 100, അല്ലെങ്കിൽ UDF വിചാരിക്കുന്നത് UDFന് 100 സീറ്റിലധികം കിട്ടി അധികാരം പിടിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇപ്പുറത്ത് LDF വിചാരിക്കുന്നത് അവർ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടും എന്നുള്ള അവകാശവാദമാണ് അവർ. രണ്ടും അവകാശവാദങ്ങളായി നമ്മൾ എടുക്കുക. അത്രയും ഏകപക്ഷീയമായ മത്സരത്തിനുള്ളൊരു സാധ്യതയല്ല കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് പൊതുവിൽ നമ്മൾ മാറി എന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുക. വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിട്ട് കോൺഗ്രസിൻ്റേതെന്ന് തന്നെ പറയുന്ന ഒരു റിപ്പോർട്ട്, ഒരു സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെടുത്ത്, അത്ര ആധികാരികമായി എനിക്ക് തോന്നിയില്ല. കോൺഗ്രസ് അങ്ങനെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ LDF MLA-മാരുടെ സാധ്യത ഒട്ടും കുറഞ്ഞിട്ടില്ല. അവരവരുടെ മണ്ഡലങ്ങളിൽ വളരെ പ്രൊമിനൻ്റായി നിൽക്കുകയാണ് എന്നാണ് ആ സർവേ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ ടഫായിട്ടുള്ളൊരു മത്സരമാകും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നിപ്പോൾ അമ്പൂരി മേഖലയിൽ കഴിഞ്ഞ ദിവസം ഒരു പാലം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും റിയാസും ഒക്കെ പങ്കെടുത്ത ഒരു പാലം. ആ പാലത്തിന്മേൽ അവിടുത്തെ ലോക്കൽ MLA യുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട്, ആ പാലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്കൊരാൾ അയച്ചു തന്നിട്ട്, ഇയാളെ എങ്ങനെ തോൽപ്പിക്കാനാണ് UDF എന്ന് ചോദിക്കുന്നുണ്ട്.
ഇത് എല്ലാ മണ്ഡലങ്ങളിലും LDF പ്രധാന MLA-മാരുള്ള യുവ MLA-മാരുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇത് ബാധകമാണ്. വലിയ തോതിൽ അവിടുത്തെ MLA-മാർക്ക് ആ മണ്ഡലങ്ങളിൽ ഗ്രിപ്പുണ്ട്. ഇതിനെ മറികടക്കുക എന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആയിരിക്കില്ല. ഇങ്ങനെ നോക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ അധികാരം പിടിച്ചു പറ്റാവുന്ന സാഹചര്യമല്ല UDF-നുള്ളത്. ആൻറ്റി ഇൻകംബൻസി ഒക്കെ ഉണ്ട്, പിണറായി വിരുദ്ധ വികാരമുണ്ട്, വലിയ തോതിൽ മുസ്ലിം മേഖലകളിൽ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട് എന്നുള്ള ഇതൊക്കെ ശരി തന്നെ. പക്ഷേ വളരെ എളുപ്പത്തിൽ അധികാരം പിടിക്കാവുന്ന സാഹചര്യമല്ല കോൺഗ്രസിനുള്ളത്. പക്ഷേ കോൺഗ്രസ്സുകാർ സ്വന്തം നിലയിൽ തന്നെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന ചിന്തയിലാണ് ഇപ്പോഴുള്ളത്. എളുപ്പത്തിൽ കാര്യം നടക്കും അതങ്ങനെ വളരെ എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. വളരെ തിന്നായിട്ട് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രകടനങ്ങൾ ഇത് ജനങ്ങളുടെ മുമ്പ് കാണുകയാണല്ലോ. ഇത്തരം പ്രകടനങ്ങൾ അതായത് ഇപ്പോൾ ബഷീർ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഏതാണ്ട് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന ഫീലിൽ കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നത്, അല്ലാതെ അല്ല. അപ്പോൾ ഈ പ്രകടനം സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തന്നെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. കാരണം ഇപ്പോൾ മുൻകാലത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ A ഗ്രൂപ്പും I ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഈ രണ്ട് ഗ്രൂപ്പുകളും പരസ്പരം മത്സരിക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് പൊതുവിൽ കോൺഗ്രസിൻ്റെ ഒരു സാധ്യത എനർജൈസ് ചെയ്യുമെന്നായിരുന്നു സങ്കല്പം. അത് മാത്രമല്ല അനുഭവത്തിൽ തന്നെ അത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സാധ്യതയെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ആ ഗ്രൂപ്പിസം വല്ലാതെ മാറിയിട്ടില്ല. കാരണം ഒരു ആൻറ്റി ഇൻകംബൻസി വേവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും രണ്ട് ഗ്രൂപ്പായി കടുത്ത മത്സരം നടത്തിയാൽ പോലും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ പാകത്തിലേക്ക് ആ ഗ്രൂപ്പിസം തന്നെ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ പലതുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം 4 പേരെ മാറ്റി മത്സരിപ്പിച്ച് ജയിപ്പിച്ച ചരിത്രം കോൺഗ്രസിനുണ്ട്. അന്ന് കരുണാകരനാണ് ആ 4 സ്ഥാനാർത്ഥികളെ മാറ്റുന്നത്. അപ്പോൾ ഈ ചരിത്രം അവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പല്ല, 2 ഗ്രൂപ്പല്ല, പല തരത്തിലുള്ള ഗ്രൂപ്പ് ഫോർമേഷൻസ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ചില പ്രകടനങ്ങൾ ഇതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ VD സതീശനൊപ്പം ഉണ്ടായിരുന്ന ഷാഫി സതീശന് കിട്ടുന്ന പ്രോമിനൻസിനേക്കാൾ കുറച്ചുകൂടെ പ്രോമിനൻസ് എനിക്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സതീശനൊപ്പം നിന്ന് മാറി ഷാഫി അടങ്ങുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ഷാഫി അടങ്ങുന്ന നേതൃനിര വേറെ ഏതെങ്കിലും ഒരു അലൈൻമെൻറ്റിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് പോസ്റ്റ് ഇലക്ഷൻ സിനാരിയോയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യത. അലൈൻമെന്റിലുള്ള മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കോൺഗ്രസ്സുകാരോട് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു തീരുമാനവുമായിട്ടില്ല, എല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തീരുമാനിക്കപ്പെടുക. ഒരുപക്ഷെ പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങളെ അന്ന് സ്വാധീനിക്കാൻ കഴിയും എന്ന വിധത്തിൽ ഇപ്പോൾ തന്നെ അതിനുള്ള കരുക്കൾ നീക്കപ്പെടുന്നുണ്ടാകാം. അത്തരത്തിലുള്ള വിവരങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നത്. കോൺഗ്രസ്സുകാർ സാധാരണഗതിയിൽ മറന്നു പോകുന്ന ഒരു കാര്യം, 2 പതിറ്റാണ്ടായി കോൺഗ്രസിനെ പൂർണ്ണ മനസ്സോടുകൂടി കേരളം നിയമസഭയിലേക്ക് അധികാരത്തിലെത്തിച്ചിട്ട് 2011 2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ അധികാരത്തിലെത്തിയത് യഥാർത്ഥത്തിൽ CPIM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ച മൂലമാണ്. 2 പതിറ്റാണ്ടായി നിയമസഭയിലേക്ക് കേരളം കോൺഗ്രസിനെ പൂർണ്ണ മനസ്സോടെ തെരഞ്ഞെടുത്തിട്ടില്ല. അവർ അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നാടകീയമായ കലാപരിപാടികളുണ്ടല്ലോ, ഇത് കേരളം ഏറെക്കുറെ ഇങ്ങനെ മറന്നു പോകുന്ന അവസ്ഥയാണ്. അതിനെ പുനഃസ്മരിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ. ഇവർ അധികാരത്തിൽ വന്നാൽ എന്തു സംഭവിക്കും, ഇവർ അധികാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ അധികാരത്തിലെത്തിയാൽ എന്താവും അവസ്ഥ എന്ന ഒരു ക്യാമ്പയിൻ അത് കാരണമാകാം. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് തിരിച്ച് മെമ്മറിയിലേക്ക് വരാനും ഇത്തരം ദൃശ്യങ്ങൾ മെമ്മറിയിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിലുള്ള ചില സംഗതികൾ പോലും ഇപ്പോൾ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീണ്ടും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം, അന്ന് സുധാകരനാണ് KPCC പ്രസിഡന്റ്, VD സതീശൻ പ്രതിപക്ഷം, രണ്ടുപേരും കൂടെ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ആരാണ് ആദ്യം സംസാരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തർക്കം ഉണ്ടാകുന്നു. ഞാൻ സംസാരിക്കാമെന്ന് ഞാനാണ് പ്രസിഡന്റ്, ഞാനാണ് ആദ്യം സംസാരിക്കേണ്ടതെന്ന് സുധാകരൻ പറയുന്നു. അല്ല, ഞാനാണ് സംസാരിക്കേണ്ടതെന്ന് സതീശൻ പറയുന്നു. അവസാനം രണ്ടു കൂട്ടരുടെ തർക്കത്തിന് ശേഷം എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞ് മൈക്ക് VD സതീശൻ സുധാകരൻ്റെ മുമ്പിലേക്ക് തള്ളി നീക്കി വെച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് വന്നിരുന്നു. അപ്പോൾ ഇത്തരം വ്യക്തിപരമായ നേതൃതലത്തിലുള്ള വിയോജിപ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചുള്ള റീസെൻറ്റ് പാസ്റ്റിലുള്ള എക്സാമ്പിൾസ് പോലും വീണ്ടും ഉയർന്നു വരികയും അത് സ്പ്രെഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനുണ്ട്. അതൊന്ന്. 2, ഈ ഐക്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉന്തും തള്ളലുമല്ല ഐക്യപ്പെടലാണ് ഉണ്ടായത് എന്ന ഷാഫിയുടെ പ്രസ്താവന പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഒരു തരത്തിൽ വലിയ തോതിൽ പരിഹസിക്കപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ സതീശൻ അതൊരു കുടുംബ പ്രശ്നം മാത്രമാണ്, സതീശൻ പറയുന്നത് ശരിയാണ്, കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും വേദിയാണ്, അത് അവരുടെ കുടുംബ പ്രശ്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കുടുംബ പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ഈ യാത്ര നടത്തുന്നത്. കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. കേരളത്തിൽ ഭരണത്തിലെത്താൻ വേണ്ടി നടത്തുന്നൊരു യാത്രക്കിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതേ പ്രസംഗത്തിലാണ് സതീശൻ പറയുന്നത് ഞങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകളാണ്, ഞങ്ങളാണ് ഇടതുപക്ഷം എന്നും പറയുന്നത്. അത് പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കോൺഗ്രസിൻ്റെ ഒരു ഊർജത്തെ ഊറ്റിക്കളയും എന്നൊന്നും പറയാൻ കഴിയില്ല. കോൺഗ്രസ്സുകാർ എനർജൈസ് ചെയ്ത് തന്നെ വരും, വീണ്ടും അവർ കളം പിടിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഈ ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങളിൽ ഇനിയും നമ്മൾ യഥാർത്ഥ ചിത്രത്തിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾക്കത് മനസ്സിലായിട്ടില്ല. കോൺഗ്രസിനകത്ത് ഇനിയും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിനുള്ള ചെറിയ 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 തരത്തിലുള്ള പൊട്ടിത്തെറികളായിരിക്കും ഈ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറ്റ്യാടിയിലെ പുതുയുഗ യാത്രാവേദിയിലുണ്ടായ ഉന്തും തള്ളും അതിനെ ഒരു കുടുംബ പ്രശ്നമായി പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും അണികൾ എത്രത്തോളം സ്വീകരിക്കും, കേരളത്തിൻ്റെ പൊതുസമൂഹം എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഈ ഉന്തും തള്ളും വെറും ഒരു യോഗവേദിയിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരുന്നതിൻ്റെ പേരിൽ മാത്രമുള്ള ഉന്തും തള്ളുമാണോ എന്നുള്ളതും ഒരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.